മനോഹരമായ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി ആലപ്പുഴ നഗരത്തിൽ നിന്നും 43 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. 23,000-ഓളം ആളുകൾ ചെങ്ങന്നൂർ പട്ടണത്തിൽ താമസിക്കുന്നു. ഓണാട്ടുകര പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക കേന്ദ്രവും സാംസ്കാരിക കേന്ദ്രവുമാണ് ചെങ്ങന്നൂർ. ചെമ്മണ്ണുള്ള കുന്നുകളുടെ ഊര് എന്ന പഴയ പേരിൽ നിന്നാണ് ചെങ്ങന്നൂർ എന്ന പേരുണ്ടായത്. ലാൻഡ് ഓഫ് റെഡ് ഹിൽസ് എന്ന് പറയാം. ചെങ്ങന്നൂരിലെ ചുവന്ന മണ്ണ് തൊട്ടടുത്തുള്ള മാവേലിക്കരയിലും കുട്ടനാടിലും കാണുവാൻ സാധിക്കുകയില്ല. ചെങ്ങന്നൂരിലെ ജനങ്ങൾ മുഴുവൻ ചെങ്ങന്നൂർക്കാരല്ല. 18-ാം നൂറ്റാണ്ടിൽ ധാരാളം ആളുകൾ കൊല്ലം പ്രദേശത്ത് നിന്ന് ചെങ്ങന്നൂരിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ടുകാലത്ത് ചെങ്ങന്നൂരിലെ അങ്ങാടിക്കൽ പട്ടണം അറിയപ്പെടുന്ന ഒരു കുരുമുളക് മാർക്കറ്റായിരുന്നു. എങ്കിലും ഇപ്പോൾ ചെങ്ങന്നൂരിലെ പ്രധാന മാർക്കറ്റ് ശാസ്താംപുരം ചന്തയാണ്. വെളുത്തമ്പി ദളവയാണ് ശാസ്താംപുരം ചന്ത ഉണ്ടാക്കിയത്. 100 വർഷം മുമ്പ് മഹാത്മാഗാന്ധി ചെങ്ങന്നൂരിൽ വരികയും ഇപ്പോഴത്തെ KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് പ്രസംഗിക്കുകയും ചെയ്തു. അതോടുകൂടി അന്നത്തെ കാലത്തെ ചെങ്ങന്നൂർക്കാർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ ആവേശമുണ്ടാകുവാൻ കാരണമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഹ്വാനപ്രകാരം ചെങ്ങന്നൂരിൽ തടിച്ചുകൂടിയ വമ്പിച്ച ജനക്കൂട്ടം അക്രമാസക്തമാവുകയും പോലീസ് വെടിവെപ്പിൽ ടീലിൽ ജോർജ് എന്ന ഒരു സ്വാതന്ത്ര്യ സമരഭടൻ വീരമൃത്യു വരിക്കുകയും ചെയ്തു. അതോടുകൂടി ചെങ്ങന്നൂർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ലാൻഡ്മാർക്കായി മാറി. പമ്പാ നദിയുടെ കരയിലുള്ള ഈ പട്ടണത്തിന് ഇപ്പോഴും വലിയ സാംസ്കാരിക പ്രാധാന്യമുണ്ട്. ആറന്മുള വള്ളംകളിയിൽ ചെങ്ങന്നൂരിൽ നിന്നുള്ള ചുണ്ടൻ വള്ളങ്ങൾ ധാരാളമായി പങ്കെടുക്കുന്നുണ്ട്. ചെങ്ങന്നൂർ രാമൻപിള്ളയെ പോലെയുള്ള അറിയപ്പെടുന്ന കഥകളി ആർട്ടിസ്റ്റുകളും ഇവിടെ നിന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. ശബരിമല അമ്പലം ഉണ്ടാക്കുവാൻ തിരുവിതാംകൂർ ഭരണകൂടം ചെങ്ങന്നൂരിൽ നിന്നുള്ള ധാരാളം കൊത്തുപണിക്കാരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ചെങ്ങന്നൂർക്കാരുടെ കരവിരുതുകൾ കാണുവാൻ പറ്റും. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം 11-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. സർക്കുലർ ആകൃതിയിലുള്ള ഫ്ലോർ പ്ലാൻ കൊണ്ട് ഈ ക്ഷേത്രം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ശൈവ പിൽഗ്രിമേജ് സെന്ററായി ചെങ്ങന്നൂർ ക്ഷേത്രം അറിയപ്പെടുന്നു. പരശുരാമൻ ഉണ്ടാക്കിയ 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെങ്ങന്നൂരിലെ മഹാദേവ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാഭാരതത്തിലെ പാണ്ഡവർ ഉണ്ടാക്കിയ ക്ഷേത്രമാണ് ചെങ്ങന്നൂരിലെ വിഷ്ണു ക്ഷേത്രം. അങ്ങനെ ഒരു വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രമായും ചെങ്ങന്നൂർ മാറിയിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ 62% ഹിന്ദുക്കളും 37% ക്രിസ്ത്യാനികളും 1% മുസ്ലിങ്ങളും താമസിക്കുന്നു. സെന്റ് തോമസ് ക്രിസ്ത്യാനികളുടെ പൗരാണികമായ ഒരു സിറിയൻ ചർച്ച് ഇവിടെയുണ്ട്. ഈ പള്ളിയിൽ മാർത്തോമക്കാരും ഓർത്തഡോക്സുകാരും വരാറുണ്ട്. ഇവിടെയുള്ള കുരിശിന് 33 അടി ഉയരമുണ്ട്. 400 വർഷം പഴക്കമുള്ള ഒരു അവിൽ നേർച്ച പാരമ്പര്യം ഈ പള്ളിക്കുണ്ട്. മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്നത് MC റോഡിലും കൊല്ലക്കടവ് മാന്നാർ പ്രദേശങ്ങളിലുമാണ്. അറിയപ്പെടുന്ന മുസ്ലിം പള്ളികളും ചെങ്ങന്നൂരിൽ കാണാൻ പറ്റും. KSRTC ചെങ്ങന്നൂരിൽ ഒരു ഡിപ്പോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ ഒരു മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമുണ്ട്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ കൊല്ലത്തിനും കോട്ടയത്തിനും ഇടക്കാണ് സ്ഥിതി ചെയ്യുന്നത്. 3 ജില്ലകളിലെ യാത്രക്കാർക്ക് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ അഭയകേന്ദ്രമായി മാറിയിരിക്കുന്നു. ആലപ്പുഴ ജില്ലയ്ക്ക് പുറമെ കൊല്ലം, പത്തനംതിട്ട ജില്ലയിലുള്ള ആളുകളും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നു. കൂടുതലും കമ്മ്യൂണിസ്റ്റുകാരാണ് ചെങ്ങന്നൂരിൽ കാണപ്പെടുന്നത്. എങ്കിലും കോൺഗ്രസ്സുകാരും BJPക്കാരും ഇവിടെയുണ്ട്. സജി ചെറിയനാണ് ചെങ്ങന്നൂരിൻ്റെ MLA. ഇപ്പോൾ ചെങ്ങന്നൂരിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം കുറവാണ്. കൂടുതൽ ആളുകളും ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും ജോലി ചെയ്യുന്നു. അല്പസ്വല്പം റബ്ബർ കൃഷിയുണ്ട്. പ്രധാനപ്പെട്ട വ്യവസായങ്ങളൊന്നും തന്നെ ചെങ്ങന്നൂരിൽ ഇല്ലെങ്കിലും കുടിൽ വ്യവസായങ്ങൾ ധാരാളമായി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചുരുങ്ങിയ എണ്ണം ആളുകൾക്ക് സർക്കാർ ജോലികളും ലഭിച്ചിട്ടുണ്ട്. 80 വർഷം മുമ്പ് സ്ഥാപിച്ച ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി ഏഷ്യയിലെ ഏറ്റവും വലിയ പോൾട്രി ഹാച്ചറിയായി അറിയപ്പെടുന്നു. കേരള സർക്കാരാണ് ഈ ഹാച്ചറി നടത്തുന്നത്. ചെങ്ങന്നൂർ നഗരത്തിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് ശബരിമല സീസണിലാണ്. നവംബർ മുതൽ ജനുവരി വരെ ഇവിടെ ശബരിമല ടൂറിസ്റ്റുകളുടെ തിക്കും തിരക്കുമാണ്. ശബരിമലയിലേക്കുള്ള ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നു. റെസ്റ്റോറൻറ്റ് ബിസിനസ്സും ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സും വലിയ തോതിൽ ലാഭമുണ്ടാക്കുന്നത് ശബരിമല സീസണിലാണ്.
വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ചെങ്ങന്നൂർ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും മൗണ്ട് സിയോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും സെയിൻറ്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയും ക്രിസ്ത്യൻ കോളേജും ഇവിടെയുണ്ട്. ശ്രീനാരായണ കോളേജും ശ്രീ അയ്യപ്പ കോളേജും പ്രോവിഡൻസ് കോളേജും കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസും ഇവിടെയുണ്ട്. അതുപോലെ എസ് എൻ ട്രസ്റ്റ് ഹൈസ്കൂളും മാത്യു മാർ അത്തേനിയേഴ്സ് സ്കൂളും എം ഹയർ സെക്കൻഡറി സ്കൂളും മെട്രോപൊളിറ്റൻ ഹൈസ്കൂളും ഇവിടെയുണ്ട്.